ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഒരു ബിരിയാണീൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു അടിപൊളി ബിരിയാണി. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഉള്ളി രണ്ട് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട്. തക്കാളി 2 തക്കാളിയാണ്. പിന്നെ ഒരു 10 പച്ചമുളക്, കുറച്ച് എരിവ് ഇഷ്ടമാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് മല്ലിയില. ഇത് 2 കപ്പ് അരി എടുത്തു വെച്ചതാണ്. പിന്നെ ചിക്കൻ്റെ അകത്ത് ഉപ്പ്, മഞ്ഞൾ, മുളക് ഇത് മാത്രം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് കിസ്മിസും കാഷ്യൂം വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയെല്ലാം കഴുകി ഊറ്റി വെക്കണം ഇനി. അപ്പോൾ ഈ ചിക്കൻ ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് കുറച്ച് നേരം വറുത്തെടുക്കാം. ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അധികം ഡീപ്പായിട്ട് വറുത്തെടുക്കാൻ. ഇതിനിടയിൽ ചോറാക്കുന്ന പരിപാടി പകുതിയായി. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എടുത്തിട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ അരി ഇട്ടിട്ട് മൂടി വെച്ച്, അപ്പോൾ അത് ഫുൾ ഫ്ലെയിമിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതിലിടക്ക് ഇപ്പോൾ ചിക്കൻ ഇപ്പുറത്തുനിന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ അധികം ഞാൻ ഫ്രൈ ചെയ്യാത്ത ചിക്കനാണ് വെക്കൽ. ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടാണ് ബിരിയാണി വെക്കൽ. ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ആവുന്നുണ്ട്. അപ്പോൾ അത് അധികം ഡീപ്പാവണ്ട. അതവിടെ കിടന്നാവട്ടെ. അപ്പോഴത്തേക്ക് ഇവിടെ ചോറ് നന്നായിട്ട് ഒരു തിളച്ചിട്ടാകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഈ ഒരു പരിവായിട്ടാകുമ്പോൾ സിം ചെയ്ത് വെക്കണം. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തുനിന്നും ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഉള്ളി ഇവിടുന്ന് വാട്ടേണ്ട സ്പേസ് അവിടെ ഇല്ല. അതുകൊണ്ട് ഈ ചിക്കനോ ചോറോ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടിയിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ വേറൊരു പാത്രത്തിൽ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളിയില്ലേ, ആ ഉള്ളി ഇട്ട് കൊടുത്ത് എന്നിട്ട് വഴറ്റുമ്പോൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ, ഞാൻ കുറച്ച് ഓയിൽ ആദ്യം ഉപയോഗിച്ചിട്ടില്ല, ആ ഫ്രൈ ചെയ്ത ഓയിലാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇത് ഇതാവണം. അപ്പോൾ അതിലിടക്ക് അമ്മേൻ്റെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കയ്യിൽ വെച്ച പ്രശ്നം വന്ന്, അതിനുശേഷം ഞാനത് മാറ്റി വേറെ ഇതെടുത്ത് വേറെ ഒരു സ്പാച്ചിൽ എടുത്തിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണം പോയി എന്ന് കണ്ടാൽ തക്കാളി ഇട്ട് കൊടുക്കുക. 2 തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത്. 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നാൽ ഇനി അടുത്തത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പിട്ട് കൊടുത്തു കുറച്ച്. ഇത് ആദ്യം വീഡിയോ പിന്നെ സൗണ്ടും ആകുന്നതുകൊണ്ടാണ് എനിക്കും ഡൗട്ട് എന്താ ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വീഡിയോ നോക്കി ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ മല്ലിയില ഇട്ട് കൊടുത്ത്, മല്ലിയില മാത്രമേ ഉള്ളൂ, പുതിനയില ഇല്ല. പിന്നെ പുതിനയില യൂസ് ചെയ്യലില്ല അധികം, മല്ലിയില വെച്ചിട്ട് തന്നെ ചെയ്യൽ. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞളും ഇനി തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഒരു കുക്കായിന്, ഒരു 3/4 ഭാഗം കുക്കായിന്. ഇനി കുറച്ചൊന്ന് ജസ്റ്റ് ഇതിൽ ഒന്നുമില്ല, ഫുൾ കുക്കായി കിട്ടുകയേ വേണ്ടൂ. ബിരിയാണി മസാല മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു മസാലയായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഉപ്പ്, മഞ്ഞൾ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കനിലുള്ള കുറച്ച് മുളക് പൊടിയും ആ ഒരു ഇതേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. സ്പൈസസ് വളരെ കുറവായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് കുക്കാവണം. അതിലിടക്ക് കിസ്മിസും
കാഷ്യൂവും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അത് അമ്മയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ബിരിയാണി ഒരു ഫുൾ ഞാനാണെങ്കിലും കാഷ്യൂവും കിസ്മിസും വറുത്തത് അമ്മയാണ്. ആദ്യം കാഷ്യൂ വറുത്തെടുക്കുന്നുണ്ട്, അതിനുശേഷം കിസ്മിസും കൂടി ഇട്ട് വറുത്തെടുക്കാം. പിന്നെ ബിരിയാണി എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്, എല്ലാവരും ആക്കുന്നതാണ്. പക്ഷേങ്കിൽ ഇതിപ്പം ഞാൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ആക്കുന്നതെന്നുള്ള വീഡിയോ ഇട്ടുതന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ആ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ ഇതിന് ദമ്മിടാൻ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ആദ്യം ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് കംപ്ലീറ്റ് റൈസും ഗ്രേവിയും എടുക്കുന്നില്ല, ബാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഗ്രേവി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഗ്രേവി ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ട് അത് അവിടെ ഇവിടെയായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല കുറച്ച് മതി എന്ന് വിചാരിച്ചിട്ട് അധികം മസാല ഇടാണ്ട് പീസാണ് ഇട്ടത്, കംപ്ലീറ്റ് ഇട്ടിട്ടില്ല. ഒരു പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് പിന്നെയും റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചേ വേണ്ടൂ, അതുകൊണ്ട് ഫുൾ എടുക്കുന്നില്ല. നന്നായിട്ട് നമ്മളെ സ്റ്റൈലിൽ ചെയ്യുന്നതാണ് അതങ്ങനെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂവും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂവും കിസ്മിസും കാഷ്യൂ കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അതെടുത്ത് കഴിച്ച് അതവിടെ കഴിഞ്ഞ്. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ദം ബിരിയാണി പോലെ ആയിട്ടുണ്ട്. ദം ബിരിയാണി പോലെ എന്നുള്ളത് നല്ല ദമ്മൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ്. ഇനി കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. ടേസ്റ്റും ചെയ്യുമ്പോൾ തന്നെ ഞാൻ കഴിക്കുകയും ചെയ്യാം. കുറച്ച് സ്പൈസി ആയിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഒരു ഉപ്പ് കുറവാന്നും പറയാൻ പറ്റില്ല. ഉപ്പ് കുറവ് വേണ്ടവർക്ക് അത് കണക്കായിരിക്കും, അങ്ങനെ ഒരു വലിയ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. പാപ്പുവിനും കുഞ്ചുവിനും വലിയ ഇഷ്ടമുള്ള ബിരിയാണി, എന്നാലും കുഴപ്പമില്ല, ഇന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.